ഇരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ആ വീഡിയോസ് ഒക്കെ എടുത്ത് കാണാൻ പ്രത്യേക ഒരു എന്താ പറയാന്നറിയത്തില്ല, ഒരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത്. ഭയങ്കര സന്തോഷം കാണാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം. വിചാരിച്ചില്ല എത്തി പറ്റാമെന്ന് വിചാരിച്ചില്ല. ഇതിപ്പോൾ എൻ്റെ ചേട്ടനാ പറഞ്ഞത് നമുക്ക് എന്തായാലും ഇന്ന് അവരെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ചേട്ടനാ എത്രയോ പേരോട് ചോദിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയെന്ന് അറിയാം. എന്തായാലും കണ്ടിട്ട് പോകുന്നു വിചാരിച്ചിട്ടാണ് വന്നത്. സന്തോഷം. ധാരാളം പേര് ഇങ്ങനെ മോട്ടിവേഷൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് വരാറുണ്ട്. കുറേ നേരം ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാറുണ്ട്. പക്ഷെ ഞാൻ ആർക്കും മോട്ടിവേഷൻ ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു മോട്ടിവേഷൻ. ഇങ്ങനെ സംസാരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സംസാരം തുറന്നു സംസാരിക്കണം മോനെ. ഈ തുറന്നുള്ള സംസാരമാണ് യഥാർത്ഥ മോട്ടിവേഷൻ. അതായത് നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ ആരുമില്ല. നിങ്ങൾ ഇങ്ങനെ തുറന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് സംസാരിക്കാൻ ആളില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ശൂന്യതയിൽ സംസാരിച്ചു. എന്നിട്ടാണ് ഞാനെന്ന വ്യക്തി എനിക്ക് മനസ്സിലാക്കി ഞാൻ പഠിക്കാൻ തുടങ്ങിയാണ്. ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അല്ലേ? ഇതൊക്കെ നമുക്കിങ്ങനെ തുറന്ന് സംസാരിക്കാൻ ഒരാളില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മനസ്സിലെ ആ സംസാരങ്ങളെല്ലാം ഒന്ന് ഇറക്കി വെക്കാൻ, ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ എവിടെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അലകി നടക്കും. പക്ഷെങ്കില് ആ ഭാരം എങ്ങും ഇറക്കി വെക്കാൻ നമ്മൾ തുറന്നങ്ങ് സംസാരിച്ചാൽ മതി. അതിന് നമുക്ക് മറ്റൊരു വ്യക്തിയുടെ ആവശ്യമില്ല. മനസ്സിലായേക്കണ്ട? വേറൊരു വ്യക്തി വേണ്ട. ഇപ്പൊ ഞാൻ വേണമെന്നില്ല. ചുമ്മാ ഇതൊന്ന് സംസാരിച്ചാൽ മതി. അത് സംസാരിച്ച് നമുക്കതിന് രസകരമായി തോന്നും. പക്ഷെ ഒരു കാണിക്ക് അത് വേറൊരു രീതിയായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയാൽ മതിയല്ലോ. നമ്മുടെ എന്താ പറയാ, ഗുരുദേവൻ പറഞ്ഞൊക്കെ അവനവൻ ആദരിക്കുന്നതൊക്കെയും അവരെന്നെ സുഖത്തിനായിടാണ്. അല്ലേ? ആ സുഖം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പോണില്ലല്ലോ. അല്ലേ? ഞാൻ കേൾക്കാം. അല്ല, എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഇനി ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പ്രശ്നമില്ലല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു ദിവസം വരുന്നുണ്ട്. ഇന്ന് പറഞ്ഞല്ലോ ഇവിടെ ഒരു ആവശ്യമായിട്ട് വന്നു. ആ ആവശ്യമായിട്ട് വന്ന സമയത്ത് ഇങ്ങനെ. ഇപ്പൊ ഡിഗ്രി ഒക്കെ എവിടെ ചെയ്തേ? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഞാനിങ്ങനെ കോളേജില് പിന്നെ എന്താ പഠിക്കാൻ പോകുന്ന ഒരാളല്ലായിരുന്നു. പഠിക്കാനേ പോകുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇതുപോലെ പ്രഭാഷണങ്ങൾ കേൾക്കാന്, വലിയ അമ്പലങ്ങളിലൊക്കെ പ്രഭാഷണം കേൾക്കാന്, അതുപോലെ യുക്തിവാദി അത്തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ വയ്ക്കുന്ന ഓരോ പ്രഭാഷണങ്ങള്, പിന്നെ സാഹിത്യ ക്യാമ്പുകള്, ചിത്രശാലകള്, ശില്പ പ്രദർശനങ്ങള്, പിന്നെ പല വീടുകളിൽ അങ്ങനെ കല്യാണമൊരുക്കങ്ങനെ അരിഞ്ഞു വറക്കാനൊക്കെ പോകും. പിന്നെ കുറെ നാള് ഈ അഡ്വക്കേറ്റ് ക്ലർക്കായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ശില്പരചന, ചിത്രം വരപ്പ്, ഇത്രയൊക്കെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടന്നത്. എനിക്കെല്ലാം പഠിക്കാനും ജോലി ചെയ്യാനും, ജോലിയും പഠിത്തവും അതായിരുന്നു മെയിനായിട്ട്. പഠിച്ചുകൊണ്ടേ ഇരുന്ന് രസകരമാണ്, ത്രില്ലായി. എന്തൊക്കെ പിടിച്ചടക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഇങ്ങനെ ഇരുന്ന് പെട്ടെന്നെല്ലാം പിടിച്ചടക്കി ഇതുപോലെ ഒരു തോന്നലുണ്ടായി. അതോടുമല്ല എല്ലാം പോയി. പിന്നെ ഇങ്ങനെ ഇരിക്കുക. അത് തന്നെ. കാരണം ഈ കാര്യങ്ങളെല്ലാം കിട്ടി. പഠിക്കാൻ പോയ എന്തിനാണോ ഞാൻ പഠിക്കാൻ പോയി പാസ്സാകണമെന്ന് കരുതിയത്, അതെല്ലാം എനിക്ക് ഇനി കിട്ടിക്കഴിയുമ്പോ പിന്നെ നമ്മൾ ഇതിന് വിശ്രമമാണ്. ഇപ്പൊ ഞാൻ വിശ്രമിച്ചോട്ടേ ഇരിക്കുക. വിശ്രമിക്കാൻ പറ്റൂ. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചോണ്ടിരിക്കുവല്ലേ. ഇപ്പൊ എന്നെ പഠിക്കുന്നു, ഇപ്പൊ വന്നവരെ പഠിക്കുന്നു. ഓരോരുത്തരും ഓരോ വിഷയങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുവല്ലേ. ശാസ്ത്രം, മനഃശാസ്ത്രം, അതൊക്കെയായിരുന്നു പഠിക്കണമെന്ന് ആഗ്രഹം. ഇപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ കെട്ടിക്കഴിഞ്ഞപ്പോ എല്ലാം കൂടെ അടുപ്പിത്തായിട്ട് കിടക്കുക. പല വകകളായി പ്രത്യേക ഒരു വിഷയമില്ലെന്ന് മനസ്സിലായി. വിഷയങ്ങളൊന്നും ഇല്ല മോനെ. നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോ മനസ്സിലാവും. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ നമുക്ക് മനസ്സിലാവും, ചേട്ടാ ഇത് ഞാൻ ഒരു പ്രത്യേകിച്ച് ഒരു വിഷയം എനിക്കില്ലല്ലോ, ഞാൻ ഇതെല്ലാത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. തോന്നലുകൾ, ആ തോന്നലുകൾ പിന്നെ യാഥാർത്ഥ്യത്തിലേക്ക് വരും. പിന്നെ അത്ഭുതമാകും, അമ്പരപ്പാകും, പിന്നെ എല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോകും.
അതിലൊരു സന്തോഷം കിട്ടും. പോകുന്നതോടുകൂടി നമ്മള് ഹൈ ഹൈ എന്ന് പറയുന്നത് താഴേക്ക്, അതായത് അല്ല ഈ പറയുന്ന താഴെ മുകളിലൊന്നും ഇല്ലെങ്കിലും താണ നിനപ്പിലെ നീരോടും. അതെ. അപ്പൊ മാവ് എപ്പോഴും അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ആ ഒരു ഞാൻ ഇപ്പൊ പറയുന്നത് മനസ്സിലായല്ലോ, താണ നിലത്തിലെ നീരോടെന്ന് പറയുന്നത് ആര് വന്നാലും മാമിന്റെ സ്റ്റാൻഡ് വിട്ട് പോവുകയോ അതേ ഒരിതിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കണ്ടതിൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതേ ഇല്ല. ഭയങ്കര സന്തോഷം.